ഡിഫറൻസിയേഷൻ്റെ ചെയിൻ റൂളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എഫ് വേരിയബിൾ യുവിലുള്ളൊരു ഫംഗ്ഷൻ, യു വേരിയബിൾ എക്സിലുള്ളൊരു ഫംഗ്ഷൻ, എഫ് എന്നുള്ള ഫംഗ്ഷൻ യു ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ജി എന്നുള്ള ഫംഗ്ഷൻ എക്സ് എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെന്ന് വിചാരിക്കുക. ദെൻ അവരുടെ കോമ്പോസിറ്റ് എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് ഡിഫൈൻഡ് ആയിരിക്കും. ആ ഫംഗ്ഷൻ എക്സ് എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കുമെന്നും ആ പോയിന്റിൽ ആ കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാൻ, അതായത് എഫ് കോമ്പോസിറ്റ് ജി ഡാഷ് ഓഫ് എക്സ് കാണുവാൻ എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്, അതല്ലെങ്കിൽ ലെബ്നിസ് നൊട്ടേഷനിൽ പറയുകയാണെങ്കിൽ വൈ എന്നുള്ളത് ഫംഗ്ഷൻ ഓഫ് യു, അതായത് എഫ് എന്നുള്ള ഫംഗ്ഷൻ ഓഫ് യു, ദെൻ യു എന്നുള്ളത് ഫംഗ്ഷൻ ഓഫ് എക്സ്, ദെൻ വൈ എന്നുള്ളത് നമുക്കൊരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇതിൽ യുവിന് പകരം ഈ എക്സിൻ്റെ ടേംസിലുള്ള ഫംഗ്ഷൻ ഏതാണോ അത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വൈ എന്നുള്ളത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിട്ട് മാറും. സോ വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അതിനൊരു വഴിയുണ്ട്. നമുക്ക് ഇവിടെ തന്നിട്ടുള്ള വൈയുടെ ഇൻ ടേംസ് ഓഫ് യുവിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അവിടെ എവിടെയൊക്കെ യു ഉണ്ടോ അതിന് പകരം ഇവിടെ യു എന്നുള്ള ഫംഗ്ഷൻ ഓഫ് എക്സ് തന്നിട്ടുണ്ടായിരിക്കും. അത് റീപ്ലേസ് ചെയ്ത് കൊടുത്ത് കംപ്ലീറ്റ് വൈ എന്നുള്ളത് എക്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് കാണാം. അങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ ആകുമ്പോൾ കുഴപ്പമില്ല, കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻസ് ഒക്കെ ആകുമ്പോൾ ഒരുപാട് നേരം എടുക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ചെയിൻ റൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കാണുവാൻ വേണ്ടി വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യു കാണുക ഇൻറ്റു യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ചെയ്യേണ്ടത്, വൈയുടെ വിത്ത് റെസ്പെക്ട് ടു യു ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇൻ ടേംസ് ഓഫ് യു ആണ് നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ്സ് കിട്ടുക. എന്നിട്ട് യുവിൻ്റെ പകരം ഫംഗ്ഷൻ ഓഫ് എക്സ് എന്താണോ തന്നിട്ടുള്ളത് അത് റീപ്ലേസ് ചെയ്ത് നമ്മൾ കൊടുക്കണം. അങ്ങനെ കംപ്ലീറ്റ് ഡി വൈ ബൈ ഡി എക്സ് കാണുമ്പോൾ ഇൻ ടേംസ് ഓഫ് എക്സിലായിട്ട് മാറണം. ഇപ്പോൾ നോർമലി ആ ടൈപ്പ് പ്രോബ്ലംസൊക്കെ നമുക്ക് കുറവായിരിക്കും. എന്നിരുന്നാലും നമുക്കൊരു 2 പ്രോബ്ലംസ് അങ്ങനെ ചെയ്ത് നോക്കാം. ഇവിടെ ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യു കോൺസ്റ്റൻ്റ് ആണ് വരിക. അപ്പോൾ യുവിൻ്റെ ഒരു എഫക്റ്റ് വരില്ല. അങ്ങനെ വരുന്നതും കൂടി നമുക്കൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഇവിടെ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. എഫ് അതായത് വൈ എന്നുള്ളത് ഫംഗ്ഷൻ ഓഫ് യു, ദെൻ യു എന്നുള്ളത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെങ്കിൽ എഫിൻ്റെ അവരുടെ കോമ്പോസിഷൻ്റെ അതായത് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അത് കണ്ടുപിടിക്കുവാനുള്ളൊരു റൂളാണ് ഈ ചെയിൻ റൂള്. നമുക്കതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യത്തെ ടൈപ്പ് ഞാൻ പറഞ്ഞു, ഈ ടൈപ്പല്ല നമുക്ക് കൂടുതലും ചെയ്യേണ്ടി വരിക. യു എന്ന് അവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ടാവില്ല. നമുക്ക് യു ഏതാണ് മീൻസ് അവിടെയുള്ള എഫ് ഓഫ് യു എന്നുള്ള ഫംഗ്ഷൻ ഏതാണ്, ജി ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ ഏതാണെന്ന് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഒന്നും കൂടി യൂസ്ഡ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ എഫ് ഓഫ് യു ഏതാണ് ജി ഓഫ് എക്സ് ഏതാണെന്നൊന്നും എഴുതി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പതിയെ അവിടേക്ക് എത്താം. ആദ്യം ഇപ്പോൾ പറഞ്ഞ ഡയറക്റ്റ്ലി ഇത് അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് വൈ ഈക്വൽ ടു 2u, സോ ഇതൊരു ഫംഗ്ഷൻ ഓഫ് യു ആണ്. യു ഈക്വൽ ടു 3x മൈനസ് 5 ഫൈൻ ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 തരത്തിൽ ചെയ്ത് നോക്കാം. വൈ എന്നുള്ളത് 2u ആണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു ഫംഗ്ഷനാണ്, അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. ഇവിടെ യുവിന് പകരം 3x മൈനസ് 5 എന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. യു എന്നുള്ളത് 3x മൈനസ് 5 ആണല്ലോ. അപ്പോൾ ഇത് 6x 2 ഇൻറ്റു 3x 6x മൈനസ് 2 ഇൻറ്റു 5 10 എന്ന് വരും. ദെൻ ഡി വൈ ബൈ ഡി എക്സ് കാണുമ്പോൾ നമുക്ക് 6xൻ്റെ 6 ഇൻറ്റു 1 മൈനസ് 10ൻ്റെ 0, സോ 6 എന്ന് കിട്ടും. ഇനി നമുക്കിത് ചെയിൻ റൂൾ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യത്തെ കേസിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് തോന്നും. എല്ലായ്പ്പോഴും ഇങ്ങനെ റീപ്ലേസ് ചെയ്ത് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ളതായിരിക്കുകയില്ല. നമുക്ക് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. ഡി വൈ ബൈ ഡി എക്സ് കാണാൻ ഡി വൈ ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. സോ ഡി വൈ ബൈ ഡി യു 2uൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യു, 2xൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 2 ഇൻറ്റു 1 2 ആണ്. അതേപോലെ തന്നെയാണ് 2uൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യു, അപ്പോൾ അത് 2 എന്ന് വരും. ദെൻ ഡി യു ബൈ ഡി എക്സ് 3x മൈനസ് 5ൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, 3xൻ്റെ 3 മൈനസ് 5ൻ്റെ 0 ആണ്. അപ്പോൾ 2 ഇൻറ്റു 3 6 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്കിവിടെ യുവിൻ്റെ ടേംസ് ഒന്നും റീപ്ലേസ് ചെയ്ത് കൊടുക്കാനില്ല. ഞാൻ ഇപ്പുറത്ത് വേറൊരു ക്വസ്റ്റ്യനും കൂടി എഴുതുന്നു. y ഈക്വൽ ടു യു സ്ക്വയർ, യു ഈക്വൽ ടു ഇത് തന്നെ ഞാൻ എടുക്കുന്നു, അല്ലെങ്കിൽ വേണ്ട
എക്സ് ക്യൂബ് മൈനസ് 2x. ഓക്കെ, സോ ഇവിടെ dy/dx കാണാൻ ആദ്യം പറഞ്ഞ വഴി ഇങ്ങനെയാണ്. ഇവിടെ യുവിന് പകരം എക്സ് ക്യൂബ് മൈനസ് എക്സ് റീപ്ലേസ് ചെയ്ത് ഹോൾ സ്ക്വയർ a മൈനസ് ബി ഹോൾ സ്ക്വയർ ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഇവിടെ യു സ്ക്വയർ പ്ലസ് യു കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ യു സ്ക്വയർ പ്ലസ് യു ആകുമ്പോൾ എക്സ് ക്യൂബ് മൈനസ് എക്സ്, ഇവിടെ a മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുക. ദെൻ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇവിടെ സ്ക്വയർ ആയതുകൊണ്ടാണ് ഇതിന് പകരം ക്യൂബോ അല്ലെങ്കിൽ റേസ്റ്റ് 4 ഒക്കെ ആണെങ്കിൽ നമുക്കത് എക്സ്പാൻഡ് ചെയ്യാൻ അത്ര ഈസി ആയിട്ട് വരില്ല. അപ്പോൾ നമുക്ക് ചെയിൻ റൂൾ തന്നെയാണ് എളുപ്പം. പിന്നെ ഇത് ചെയിൻ റൂൾ യൂസ് ചെയ്തിട്ട് കാണാം. dy/dx കാണാൻ dy/du. അപ്പോൾ ഇവിടെ യു സ്ക്വയറിൻ്റെ 2u പ്ലസ് യുവിൻ്റെ 1. ഒന്നിൽ കൂടുതൽ ടേംസ് ഉള്ളത് കൊണ്ട് ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നു. നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നില്ല, സിംഗിൾ ടേംസ് ആയിരുന്നു. ദെൻ ഇൻറ്റു du/dx. അപ്പോൾ എക്സ് ക്യൂബിൻ്റെ 3x² മൈനസ് എക്സിൻ്റെ 1. രണ്ട് ടേംസ് ഉള്ളത് കൊണ്ട് ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ്ലി ഇത് എക്സിലേക്ക് കൺവേർട്ട് ആയിട്ടില്ല. ഇവിടെ യുവിന് പകരം ഈ പറഞ്ഞ എക്സ് ക്യൂബ് മൈനസ് എക്സ് എന്നുള്ളത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. പ്ലസ് 1 ഇൻറ്റു 3x² മൈനസ് 1. ഇനി ഇത് ടൈമിനനുസരിച്ച് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയിൻ റൂള് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുന്നത്. ഈ ടൈപ്പ് ആയിരിക്കുകയില്ല നമുക്ക് കൂടുതലും ചെയ്യേണ്ടി വരുന്നത്. അങ്ങനത്തെ പ്രോബ്ലത്തിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് y ഈക്വൽ ടു 3x² പ്ലസ് 1 ഹോൾ ക്യൂബ്. നമുക്കിതൊരു രീതി a പ്ലസ് ബി ഹോൾ ക്യൂബിൻ്റെ ഫോർമുല അറിയാം. a ക്യൂബ് പ്ലസ് 3a² b പ്ലസ് 3ab² പ്ലസ് b ക്യൂബ്. അത് വെച്ച് ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താലും മതി. ഇപ്പോൾ ക്യൂബ് വരയ്ക്കും നമുക്ക് വലിയ പ്രശ്നമില്ല. റേസ്റ്റ് 4 ഒക്കെ ആകുമ്പോൾ ബൈനോമിയൽ എക്സ്പാൻഷൻ ഉപയോഗിക്കണം. നമ്മളിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല, ചെയിൻ റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ പറഞ്ഞ മോഡലിലേക്ക് ഇത് രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പോസിഷനായിട്ട് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഞാൻ എഫ് ഓഫ് യു എന്നുള്ള ഫംഗ്ഷൻ യു ക്യൂബ് എന്ന് എടുക്കുന്നു. സംതിങ് റേസ്റ്റ് ക്യൂബ് എന്നുള്ള ഫോർമാറ്റിലായതുകൊണ്ട് എഫ് ഓഫ് യു ക്യൂബ് എടുക്കുന്നു. ജി ഓഫ് എക്സ് ആയിട്ട് 3x² പ്ലസ് 1. ഇനി ഇവരുടെ കോമ്പോസിഷൻ എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് നമുക്കറിയാം, അത് എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. സോ എഫ് ഓഫ് 3x² പ്ലസ് 1. എഫ് ഓഫ് യു എന്നുള്ളത് യു ക്യൂബാണ്. അപ്പോൾ എഫ് ഓഫ് കെ ക്യൂബ്. അപ്പോൾ എഫ് ഓഫ് 3x² പ്ലസ് 1 എന്നുള്ളത് 3x² പ്ലസ് 1 ഹോൾ ക്യൂബ്. സോ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷനെ ഇതുപോലെ രണ്ട് ഫംഗ്ഷൻസിൻ്റെ കോമ്പോസിഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ y എന്നുള്ളത് എഫ് ഓഫ് യു എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കാണാനായിട്ട് dy/dx കാണാൻ dy/du ഇൻറ്റു du/dx. സോ ഇതാണ് നമ്മൾ യു ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്നുള്ള ഫോർമാറ്റിൽ എടുക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ നൊട്ടേഷൻ മതി. അതായത് ഫസ്റ്റത്തെ ഇക്വേഷൻ ലെബിനിസ് നൊട്ടേഷന് മുൻപ് എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് അത് യൂസ് ചെയ്യാം. എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ വഴിയിലാവുമ്പോൾ dy/du എന്നുള്ളത് ഞാൻ ഫസ്റ്റ് വഴി ഇവിടെ ചെയ്യുന്നു. dy/du നമുക്ക് വരുന്നത് യു ക്യൂബിൻ്റെ 3u² ആണ്. du/dx അതായത് ഇവിടെ ജി ഓഫ് എക്സ് ആണ്, ജി ഡാഷ് ഓഫ് എക്സ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. യു എന്നുള്ളത് ജി ഓഫ് എക്സ് ആയിട്ട് എടുക്കുക. du/dx 3x²ൻ്റെ 3 ഇൻറ്റു x²ൻ്റെ 2x, സോ 6x പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് 0. സോ dy/du എന്നുള്ളത് 3u² ഇൻറ്റു 6x. ഇതിൽ യുവിന് പകരം 3x² പ്ലസ് 1 എന്നുള്ളത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. സോ 3 ഇൻറ്റു 3x² പ്ലസ് 1 ഇൻറ്റു 6x. സോ 18x ഇൻറ്റു 3x² പ്ലസ് 1 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 54x³ പ്ലസ് 18x എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഇതുപോലെയും ചെയ്യാവുന്നതാണ്.
യു യൂസ് ചെയ്യാണ്ട് തന്നെ ഇവിടെ യു ക്യൂബാണ്. സോ എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എഫ് ഓഫ് എക്സ് എന്നുള്ള ഫോർമാറ്റിലാകുമ്പോൾ എക്സ് ക്യൂബാണ്. അതിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 3x² ആണ്. പക്ഷെ ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x². നമുക്ക് ഈ രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഞാൻ അടുത്തൊരു രീതി പറഞ്ഞതാണ്. ഇത് ഒരു സംതിങ് റേസ് ടു സം ഫങ്ഷൻ ഓഫ് എക്സ് റേസ് ടു ക്യൂബ് എന്നുള്ള ഫോമിലാണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കാണാനായിട്ട് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 3 × x² ആണ്. ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ ആരാണ് 3x² + 1 ആണ്. സോ 3 × 3x² + 1 ഹോൾ സ്ക്വയർ. ഓക്കെ, അവിടെ ഒരു ഹോൾ സ്ക്വയർ വിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതല്ല വരിക, ജസ്റ്റ് ചെറിയൊരു മിസ്റ്റേക്കാണ്. ഇവിടെ 3u² ഉണ്ട്. സോ u² ആകുമ്പോൾ 3x² + 1 ഹോൾ സ്ക്വയർ × 6x എന്നാണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ഇവിടേക്ക് 3 ഇവിടെ എക്സിൻ്റെ പകരം 3x² + 1 ആണ്. ഇനി എക്സിൻ്റെ പകരം ആരാണോ അതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ ഇൻറ്റു ചെയ്യുക. 3x² + 1ൻ്റെ ഡെറിവേറ്റീവ് 6x. ഇതാണ് ഏറ്റവും ഷോർട്ടായിട്ടുള്ള വഴി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x² ആണ്. എക്സിൻ്റെ പകരം ഇവിടെ 3x² + 1 ഉണ്ട്. സോ 3 × ആ ഒരു പകരം ആരാണോ അതിൻ്റെ സ്ക്വയർ, എക്സ് ക്യൂബിൻ്റെ 3x². എക്സിൻ്റെ പ്ലേസിലൂടെ 3x² + 1. സോ 3x² + 1 ഹോൾ സ്ക്വയർ ഇൻറ്റു ആ പകരം ആരാണോ അതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ ഇൻറ്റു ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏത് വഴി വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ യുവിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഇവിടെ എഫ് ഓഫ് യു എന്നുള്ളത് u³, ദെൻ യു എന്നുള്ളത് ജി ഓഫ് എക്സ് എന്നുള്ളത് 3x² + 1. ദെൻ അവരുടെ കോമ്പോസിഷൻ എടുത്താൽ നമ്മുടെ ക്വസ്റ്റ്യൻ ആയി. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ dy/du × du/dx. സോ dy/dx എന്നുള്ളത് 3u² × 6x എന്ന് വരും. ഫുള്ള് എക്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യുവിന് പകരം ഈ പറഞ്ഞ 3x² + 1 അവിടെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ദെൻ സിംപ്ലിഫൈ ചെയ്യുക. അവിടെ a+b² വെച്ച് സിംപ്ലിഫൈ ചെയ്താൽ മതി. സെയിം ആൻസർ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. ഇനിയിപ്പോൾ ഇതും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാവുന്നതാണ് നേരത്തിനനുസരിച്ച്. ഇതിപ്പോൾ 18x × 3x² + 1 ഹോൾ സ്ക്വയർ ഇത് a+b² വെച്ച് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് സിംപ്ലിഫൈ ചെയ്ത് എത്താവുന്നതാണ് സമയത്തിനനുസരിച്ച്. അതല്ലെങ്കിൽ ഇത്ര വരെ 18x × 3x² + 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാലും മതി. ടൈമിനനുസരിച്ച് ബാക്കി ചെയ്യാവുന്നതാണ്. ഇത് ബാക്കി ചെയ്യുമ്പോൾ 18x × a+b² 3x²ൻ്റെ റേസ് ടു 2 എന്നുള്ളത് 9x⁴. ദെൻ 2 × 1 × 3x² ആകുമ്പോൾ 6x² + 1. ദെൻ ഓരോ ടൈംസിനും 18x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് എത്തും. അതിന് നേരെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയാൽ മതി, അതല്ലെങ്കിൽ ഇത്രയും വെച്ച് നമുക്ക് നിർത്താവുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് y = √(x² + 1). ഇതിന് ഞാൻ രണ്ട് തരത്തിൽ ചെയ്യുന്നു. u എന്നുള്ളത് ഉള്ളിലത്തെ ഫംഗ്ഷൻ x² + 1, എഫ് എന്നുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് യു എന്നുള്ളത് √u. ഇതാണ് നമ്മുടെ ജി ഓഫ് എക്സ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാനായിട്ട് du/dx അത് ഞാൻ ആദ്യം കണ്ടു 2x ആണ് വരിക. എഫ് ഡാഷ് ഓഫ് യു, അതായത് ഇതാണ് നമ്മുടെ എഫ് √uൻ്റെ ഡെറിവേറ്റീവ്. √xൻ്റെ 1/2 √x, അതുപോലെ 1/2 √u. സോ dy/dx കാണാൻ dy/du y = ഇങ്ങനെ എടുക്കുന്നു എഫ് ഓഫ് യു dy/du × du/dx. സോ 1/2 √u × du/dx 2x ആണ്. ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. x/√u ഫുള്ള് എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യാനായിട്ട് അവിടെ യുവിന് പകരം x² + 1 എന്ന് കൊടുക്കുക. സോ x/√(x² + 1). ഇനി ഇത് രണ്ടാമത് പറഞ്ഞ വഴിയിൽ ചെയ്യാനായിട്ട് ജസ്റ്റ് നമുക്ക് √xൻ്റെ ഡെറിവേറ്റീവ് ഞാൻ dy/dx അങ്ങനെ u ഒന്നും കൊണ്ടുവരാണ്ട് ഡയറക്റ്റ് ചെയ്യുന്നതാണ്. dy/dx
ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ്, അതായത് റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് 1/2 റൂട്ട് എക്സ് ആണ്. ഇവിടെ എക്സിൻ്റെ പകരം എക്സ് സ്ക്വയർ പ്ലസ് 1. സോ 1/2 റൂട്ട് എക്സിന് പകരം എക്സ് സ്ക്വയർ പ്ലസ് 1. ഇനി പകരം ആരാണോ അതിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ചെയ്യുക. സോ എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയറിൻ്റെ 2x, 1ൻ്റെ 0 ആണ്. സോ 2x/2 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1. അഗെയിൻ 2 ക്യാൻസൽ ചെയ്ത് ചെയ്യുമ്പോൾ x/റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1. ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഞാൻ രണ്ടാമത് ചെയ്തതാണ്. ഇങ്ങനെ യുവിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അറിയാവുന്നത് ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് ആയിട്ട് കണക്ട് ചെയ്താൽ മതി. റൂട്ട് എക്സിൻ്റെ അറിയാം 1/2 റൂട്ട് എക്സ് ആണ്. എക്സിന് പകരം ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. സോ 1/2 റൂട്ട് എക്സിന് പകരം ആരാണോ അത് എഴുതുക. ദെൻ പകരം ആരാണോ അതിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ചെയ്യുക. ഇങ്ങനെയാണ് ഡിഫറൻസിയേഷനിൽ ചെയിൻ റൂൾ ചെയ്യുന്നത്.